ഗോപാലകൃഷ്ണൻ ഇപ്പോൾ തത്സമയം ചേരുന്നുണ്ട്. ശ്രീ ബി ഗോപാലകൃഷ്ണൻ, മറുപടി. ഈ താങ്കൾ പറഞ്ഞ ഒരു കാര്യമുണ്ടായിരുന്നു, കേരളത്തിൽ പലർക്കും ഈ പാകിസ്ഥാന്റെ നാവുണ്ട് എന്നുള്ള കാര്യം. അത് പക്ഷേ നിയാസ് അംഗീകരിക്കുന്നില്ല കേട്ടോ. അങ്ങനെ ഉണ്ടെങ്കിൽ അവർക്കെതിരെ നിയമ നടപടി വരട്ടെ എന്നാണ്. കോൺഗ്രസ് ഒരിക്കലും അത് അംഗീകരിക്കില്ല എന്നാണ് ശ്രീ ബി ഗോപാലകൃഷ്ണൻ. അങ്ങനെയാണെങ്കിൽ റോബർട്ട് വദ്രയെ കോൺഗ്രസ് പുറത്താക്കുമോ? അദ്ദേഹം പറയട്ടെ, ഈ ചർച്ചയിൽ റോബർട്ട് വദ്ര ചെയ്തത് ശരിയല്ല, റോബർട്ട് വദ്രയുടെ സംഭാഷണവും ശരിയല്ല, ആ റോബർട്ട് വദ്ര പാകിസ്ഥാൻ്റെ നാവായിട്ട് അതിൻ്റെ ചിന്തയിൽ സംസാരിച്ചല്ലോ. പ്രിയങ്ക ഗാന്ധിയുടെ ഭർത്താവാണ്. അപ്പോൾ റോബർട്ട് വദ്ര ചെയ്തത് ശരിയല്ല, അദ്ദേഹത്തിനെതിരെ നിയമപരമായ നിലപാടെടുക്കണമെന്ന് പറയാനുള്ള തൻ്റെ ഇടം നിയാസിനുണ്ടോ? തൻ്റെ ഇടം നിയാസിനുണ്ടെങ്കിൽ ഞാൻ ഖാർഗെയുടെ കാര്യം താങ്കൾ പറഞ്ഞതിനെ അംഗീകരിക്കാം. ഖാർഗെ ഒരു കളിപ്പാവയാണ്. ഞാൻ ഗാന്ധി കുടുംബം എന്നല്ല, നെഹ്റു കുടുംബം എന്നാണ് പറഞ്ഞത്. ഗാന്ധി കുടുംബം എന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. കാരണം ഗാന്ധി ഒരു മിനിറ്റ്, ഞാൻ സംസാരിക്കട്ടെ പ്ലീസ്. ഞാൻ സംസാരിക്കട്ടെ. നിങ്ങളെല്ലാവരും രാഹുൽ കാണിക്കുന്ന മാതിരി കാണിക്കില്ല, ഇടയിൽ കയറി സംസാരിക്കില്ലേ നിങ്ങൾ? ഞാൻ കേട്ടോണ്ടിരുന്ന കുറച്ച് സാമാന്യമായിട്ടുള്ള ഒരു മര്യാദ കാണിച്ചോ. ഞാനൊന്ന് ഒരു മിനിറ്റ് രാഹുൽ, ഞാനൊന്ന് പറഞ്ഞു തീർന്നോട്ടെ. നിങ്ങൾ ഇടയിൽ കയറി സംസാരിക്കുന്നുണ്ടെങ്കിൽ ഞാൻ നിർത്താം. അപ്പം നമ്മളൊക്കെ സംസാരിക്കുന്നത് വളരെ മാന്യമായിട്ടല്ലേ. അപ്പോൾ റോബർട്ട് വദ്രയെ കുറിച്ച് നിങ്ങൾക്ക് ഈ അഭിപ്രായം പറയാൻ തയ്യാറുണ്ടോ? ഞാനിതിൻ്റെ മറ്റുള്ള കാര്യങ്ങളിലേക്കൊന്നും പോകുന്നില്ല. നിങ്ങൾ പറഞ്ഞത് രണ്ടാമത്തെ കാര്യം, രാഹുലിനോട് എനിക്കൊരു കാര്യം പറയാനുണ്ട്. ഭീകരവാദികളെക്കുറിച്ച് പറയുമ്പോൾ ജനറൽ മുസ്ലിംസിനെ അതിനകത്ത് കയറ്റരുത്. ഭീകരവാദികളെക്കുറിച്ച് പറയുമ്പോൾ ജനറൽ മുസ്ലിംസിനെ അതിനകത്തേക്ക് കയറ്റാനാണ് പാകിസ്ഥാൻ ശ്രമിക്കുന്നത്, അല്ലെങ്കിൽ ഭീകരവാദി ശ്രമിക്കുന്നത്. നിങ്ങൾ അതേ ഭാഷ ഇവിടെ ഉപയോഗിക്കേണ്ട കാര്യമില്ല. അങ്ങനെയാണെങ്കിൽ രാഹുലിനോട് എനിക്ക് തിരിച്ചൊരു ചോദ്യം ചോദിക്കാനുണ്ട്. ബംഗ്ലാദേശിൽ കൂട്ടക്കുരുതി ഹിന്ദുക്കൾക്കെതിരെ സംസാരിക്കുമ്പോൾ, ബംഗാളിൽ വഖഫ് ബില്ലിൻ്റെ പേരിൽ മുർഷിദാബാദിലൊക്കെ ഹിന്ദുക്കളെ കൂട്ടക്കുരുതി ചെയ്യുമ്പോൾ ഇവിടെ ആരും കണ്ണീരൊഴുക്കുന്ന കണ്ടില്ലല്ലോ രാഹുലെ. രാഹുൽ എഴുന്നേറ്റൊന്നും പറയാമായിരുന്നില്ലേ? ഇവിടുത്തെ മുസ്ലിം ലീഗിനോട് പറയാമായിരുന്നില്ല നിങ്ങൾ സംസാരിക്കണം? ഗാസയ്ക്ക് വേണ്ടി സംസാരിക്കുന്നവർ എന്തേ മുർഷിദാബാദിനെ പറ്റി മിണ്ടാത്തത്, ബംഗ്ലാദേശിനെ പറ്റി മിണ്ടാത്തത്? അപ്പോൾ നമ്മൾ ഭീകരവാദിയെക്കുറിച്ച് പറയുമ്പോൾ ജനറൽ മുസ്ലിംസിനെ കുറിച്ച് പറയരുത്. ഇനി ഇവിടെ നമ്മൾ ഭീകരവാദിയെ ഇസ്ലാമായിട്ട് കണക്കാക്കി ഇസ്ലാമിസ്റ്റ് ഭീകരവാദി എന്ന് പറയുമ്പോഴേക്കും ഇസ്ലാം മതം വല്ലാതെ ദുഃഖത്തിലാഴുന്നു എന്ന് പറഞ്ഞാൽ പരസ്യമായിട്ടാണല്ലോ ഹിന്ദുത്വ ഭീകരവാദികൾ എന്ന് പലപ്പോഴും പറയാറുള്ളത്. അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത്, എന്താ രാഹുലെ ബംഗാളിൻ്റെ വിഷയത്തിൽ ഇവിടെ ആരുടെയും കണ്ണീര് കണ്ടില്ലല്ലോ? ചോദിച്ചോ നിങ്ങൾ? ബംഗാളിൻ്റെ വിഷയത്തിൽ കണ്ണീര് എന്താ ഇല്ലാത്തതെന്ന് ഇവിടുത്തെ ലീഗുകാരോട് ചോദിച്ചോ? നിങ്ങൾ ഇവിടുത്തെ ഏതെങ്കിലും ഒരാളോട് ചോദിച്ചോ? അപ്പോൾ പിന്നെ നമ്മൾ ആ പറയുന്നതിൽ അർത്ഥമില്ല. സാധാരണ മുസ്ലിമിനെ കുറിച്ചല്ല ശ്രീജിത്ത് വാര്യർ പറഞ്ഞത്, സാധാരണ മുസ്ലിമിനെ കുറിച്ചിട്ടല്ല ഇവിടെ ആരിഫ് പറഞ്ഞത്, സാധാരണ മുസ്ലിമിനെ കുറിച്ചല്ല ഞാൻ പറഞ്ഞത്. ദേശസ്നേഹികളായ കോടിക്കണക്കിന് മുസ്ലിം സഹോദരങ്ങളുണ്ട്. എന്നാൽ അതേ സമയത്ത് നേരത്തെ ശ്രീജിത്ത് പണിക്കർ പറഞ്ഞല്ലോ, പണ്ട് 47 ട്രെയിൻ കിട്ടാതെ ടിക്കറ്റ് എടുക്കാനും ട്രെയിൻ കിട്ടാനും ഇടിച്ചു കയറാനും പറ്റാത്തവർ ഇവിടെ ഉണ്ട്. ഇവിടുത്തെ ചോറ് നിന്ന് ഇവിടെ ശരീരം കൊണ്ട് ജീവിച്ച് മനസ്സുകൊണ്ട് പാകിസ്ഥാന്റെ കൂടെയുള്ളവർ ഇവിടെ ഉണ്ട്. നിഷേധിക്കാൻ പറ്റുമോ നിങ്ങൾക്ക്? അങ്ങനെയുള്ളവരാണ് ഈ രാജ്യത്തെ ഒറ്റുകൊടുക്കുന്നതിൽ മുൻപന്തിയിൽ നിൽക്കുന്നവർ. അങ്ങനെയുള്ളവരെ കുറിച്ചാണ് ന്യൂസ് 18 ഈ ചർച്ച നടത്തുന്നത്. ശരി രാഹുൽ, താങ്കൾക്ക് സമയം തന്നില്ല എന്നുള്ളതിന് ഈ ഒരു മറുപടി ശ്രീ ബി ഗോപാലകൃഷ്ണൻ നേരിട്ടാണ് ആ കാര്യങ്ങൾ പറഞ്ഞത്. അതിനുള്ള മറുപടി ശ്രീ ബി ഗോപാലകൃഷ്ണൻ ജിയോട് ഒരു വളരെ താഴ്മയുള്ള അഭ്യർത്ഥന. ബംഗ്ലാദേശിലെ ഹിന്ദുക്കൾ UN-നും നമ്മുടെ പ്രധാനമന്ത്രിക്കും കംപ്ലൈന്റ് ചെയ്യുമ്പോൾ 9 പേരെ ടാഗ് ചെയ്തിരുന്നു. അതിൽ ഒരാളായിരുന്നു ഞാൻ. ബംഗ്ലാദേശിലെ ഹിന്ദുക്കൾ എൻ്റെ നമ്പർ തപ്പിയെടുത്ത് എന്നെ വിളിക്കുകയും ദേശീയ മാധ്യമങ്ങളിൽ പലരുമായിട്ട് നമ്മൾ കണക്ട് ചെയ്തു. അവിടെ മദ്രസയിൽ പഠിച്ച വിദ്യാർത്ഥികൾ നമ്മുടെ ഹിന്ദു ക്ഷേത്രങ്ങൾക്ക് കാവലിരുന്നതും കാണണം. തീർച്ചയായും ഇസ്ലാമിസ്റ്റ് തീവ്രവാദമുണ്ട്, ഇല്ലെന്ന് ആരും പറയുന്നില്ല. പക്ഷെ അതിനെ ഇസ്ലാമിക് അവിടുത്തെ ഇസ്ലാമിസ്റ്റ് തീവ്രവാദികളിൽ നിന്ന്. നമ്മളിൽ നല്ലവരും ചീത്തവരും ഇല്ലേ? നമ്മളിൽ ഹിന്ദുക്കൾ നല്ലവരാണോ? നമ്മളിൽ ഹിന്ദുക്കൾ നല്ലവരും ചീത്തവരും ഇല്ലേ? ഇനി രണ്ട് മോദിജി നിലപാടുണ്ടോ? ജനറലൈസ് ചെയ്യരുത്.
ഗോപാലകൃഷ്ണൻജി അങ്ങക്ക് നിലപാടുണ്ടോ ഇസ്ലാം സാരമില്ല ഭീകരവാദം? രാഹുൽ, ആരിഫ് ഹുസൈൻ പറയുന്ന ഇസ്ലാമാണ് ഭീകരവാദം എന്ന അത് ഞാൻ നിലപാട് പഠിപ്പിച്ചുതരാം, അത് ഞാൻ ഗോപാലകൃഷ്ണൻ പഠിപ്പിച്ചുതരാം, ഉണ്ടോ? അത് ഞാൻ പഠിപ്പിച്ചുതരാം. അത് നിയാസിനും ഉണ്ട്. എനിക്കൊരു ഒറ്റ ഒരു 30 സെക്കൻഡ് തരൂ. 30 സെക്കൻഡ് തരൂ പീയൂഷ്. ആ നിലപാട് അല്ല വേണ്ട, ഇവിടുത്തെ ചർച്ച ഇസ്ലാം പഠിപ്പിക്കലല്ല. ഇവിടുത്തെ ചർച്ച ഇസ്ലാം പഠിപ്പിക്കലല്ല സാർ. ഇസ്ലാമിനെ പഠിപ്പിക്കലല്ല. ഇവിടുത്തെ വിഷയം ഇസ്ലാമിനെ രാഹുൽ ഈശ്വർ ഗോപാലകൃഷ്ണൻ പറഞ്ഞതിന് ഡയറക്റ്റ് ആയിട്ടുള്ള ഒരു ആൻസർ കൊടുത്തോളൂ. താങ്കൾ അതിനെ ഡീവിയേറ്റ് ചെയ്ത് അല്ല, എനിക്ക് ഗോപാലകൃഷ്ണൻ പറഞ്ഞ മഞ്ജുഷ്. നിലപാടിനോട് യോജിപ്പാണ്. മഞ്ജുഷ്, ഒരു 30 സെക്കൻഡ് തരൂ. ഗോപാലകൃഷ്ണൻ പറഞ്ഞ നിലപാടിനോട് യോജിപ്പാണ്. ഞാൻ പറയുന്നത് ഇസ്ലാമാണ് ഭീകരത എന്ന ഇസ്ലാമോഫോബിയ നമ്മുടെ ദേശസ്നേഹത്തോട് കൂട്ടിക്കലർത്തരുത്. അത് നമ്മുടെ സത്യസന്ധമായ രാജ്യസ്നേഹത്തിൽ വിഷം കലർത്തുകയാണ്. നമ്മൾ ആ ആരതിയെങ്കിലും കണ്ടുപഠിക്കണം. അള്ളാഹ് നിങ്ങളെ രക്ഷിക്കട്ടെ എന്ന് മുസ്ലിം സഹോദരങ്ങളോട് പറയുകയും ഭാരത് മാതാ കി ജയ് വിളിക്കാൻ കഴിയുന്ന ആ പെൺകുട്ടിയെങ്കിലും കണ്ടുപഠിക്കണം. നിരീശ്വരവാദികൾ നമ്മളെ ഉപയോഗിച്ച് ഇസ്ലാമോഫോബിയ കലർത്താൻ നോക്കുകയാണ്. അത് സമ്മതിക്കണം. അല്ല, അങ്ങനെ ആരും ഇവിടെ പറഞ്ഞില്ല രാഹുൽ, അങ്ങനെ ആരും ഇവിടെ പറഞ്ഞില്ല. ആരിഫിന്റെ നിലപാട് അതായിരുന്നു. പക്ഷെ ബാക്കിയുള്ളവർ ആരും ആ നിലപാട് എടുത്തിട്ടില്ല. ആരിഫ് ഹുസൈൻ അല്ല തന്നെ അല്ല പറഞ്ഞത്. ക്ലിയർ ആയിട്ട് ഞാൻ പറഞ്ഞുതരാം. ക്ലിയർ ആയിട്ട് പറഞ്ഞുതരാം. എന്താ കാര്യം? എന്താ ഞാൻ പറഞ്ഞുതരാം. നിലപാടും ക്ലിയർ ആണ്. ഞാൻ ഒന്ന് സംസാരിച്ചോട്ടെ. ആരിഫ് പറഞ്ഞതും ഒന്ന് ക്ലിയർ ആണ്. ഒന്ന് സംസാരിച്ചോട്ടെ. രാജ്യസ്നേഹികളായിട്ടുള്ള ഇസ്ലാമിനെ കുറിച്ചല്ല ആരിഫ് പറഞ്ഞത്. രാജ്യസ്നേഹികളായിട്ടുള്ള ഇസ്ലാമിനെ കുറിച്ചല്ല, തീവ്രവാദികളായിട്ട് മതം തീവ്രവാദമായി കൊണ്ടുനടക്കുന്ന, മതം ഭീകരവാദമായി കൊണ്ടുനടക്കുന്നവരെ കുറിച്ചാണ് ആരിഫ് ശരി, പറഞ്ഞത്. പക്ഷെ രാഹുൽ ഈശ്വർ ബാക്കിയുള്ളവരെല്ലാം ജനറലൈസ് ചെയ്യുന്നു എന്ന രീതിയിലാണ് സംസാരിക്കുന്നത്. അങ്ങനെ പറഞ്ഞിട്ടില്ല കേട്ടോ. ഞാൻ പറഞ്ഞുതരാം. ശരി ശരി, ആരിഫിനുള്ള ഒരു മറുപടി. ആരിഫ് കൂടി 30 സെക്കൻഡ്. ആരിഫ്. ഓക്കെ, അതായത് ഇപ്പൊ നിങ്ങൾക്ക് ഹിന്ദു അങ്ങനെ തന്നെയാണ്. ഒരു മിനിറ്റ് ഞാൻ പറയാം. അതായത് ഇവിടെ ഹിന്ദു ഭീകരവാദം എന്ന് പറയാൻ നിങ്ങൾക്ക് സാധിക്കുന്നില്ല. ഹിന്ദു വളരെ സമാധാന മതമാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ തന്നെയാണ് അതിനകത്തുള്ള ചില തീവ്രമായ സാധനങ്ങൾ എടുത്തുകൊണ്ട് വന്നിട്ട് നിങ്ങൾ അതിനെ ഹിന്ദു മതം അങ്ങനെയൊന്നുമല്ല, അതിനകത്ത് കുറെ പ്രശ്നമുണ്ട് എന്ന് പറയാറുള്ളത്. എന്ന് പറഞ്ഞ മാതിരി ഇസ്ലാം സമാധാന മതം എന്ന് നിങ്ങൾ പറയുമ്പോൾ ഞാൻ പറയും അങ്ങനെയല്ല. ഇസ്ലാമിൽ വളരെ തീവ്രവാദത്തിന് നേരിട്ട് പ്രോത്സാഹനം ചെയ്യുന്ന കാര്യമുണ്ട് എന്ന് പറയും. ഇവിടെ നിയാസ് ഇന്ന് വെള്ളിയാഴ്ച എന്ന് ഓർമ്മിപ്പിച്ചപ്പോൾ ഞാൻ പൊടുന്നനെ പോയി ഗൂഗിളിൽ സെർച്ച് ചെയ്തു. സാധാരണ ഇത് വെള്ളിയാഴ്ച ഞാൻ ബോംബ് ബ്ലാസ്റ്റ് ഡേ എന്നാണ് വിളിക്കാറ്. ബോംബ് ബ്ലാസ്റ്റ് എവിടെയെങ്കിലും ഉണ്ടായിട്ടുണ്ടോ എന്ന് നോക്കി. അവിടെ പാകിസ്ഥാനിൽ ഇന്നും അവിടെ ഒരു ബോംബ് ബ്ലാസ്റ്റ് ഉണ്ടായിട്ടുണ്ട്. 5 പേര് കൊല്ലപ്പെട്ടിട്ടുണ്ട്. ഇത് അവിടെ നടക്കുന്നു. അപ്പോൾ എന്താണ് ഇതിന്റെ കാര്യം? നിങ്ങൾ പറഞ്ഞു അയൽവാസിക്ക് ഭയങ്കരമായ സപ്പോർട്ട് കൊടുക്കണം. ഇസ്ലാം പഠിപ്പിക്കുന്നത് എന്താണ്? നിങ്ങൾ അയൽവാസി അയാളുടെ വീട്ടിലെ വെളിച്ചം നിങ്ങൾക്ക് കാഫിറാണെങ്കിൽ അത് നിങ്ങൾക്ക് ഹറാമാണെന്ന് പഠിപ്പിക്കുന്ന മതമാണ് ഇസ്ലാം. അതേപോലെ തന്നെ അത് ഞാൻ വേണമെങ്കിൽ പിന്നെ പറഞ്ഞുതരാം. പിന്നെ ഖുർആനിൽ പറയുന്നു നിങ്ങൾ നിങ്ങളുടെ അയൽവാസികൾ കാഫിറാണെങ്കിൽ അവരോട് പരുഷമായിട്ട് പെരുമാറണമെന്ന് പറയുന്നു. ഇതെല്ലാം ഇസ്ലാമികളാണ്. അപ്പൊ നിങ്ങൾക്ക് ഹിന്ദു മതത്തിലെ തീവ്രമായ ആശയങ്ങളെ നിങ്ങൾക്ക് കുറിച്ച് പറയാൻ പറ്റും. അങ്ങനെയല്ല, ചർച്ച അങ്ങനെയല്ല കൊണ്ടുപോയത്. അല്ലല്ല, ഇവിടെ ആരും ജനറലൈസ് ചെയ്തിട്ടില്ല. ആരും ജനറലൈസ് ചെയ്തിട്ടില്ല. ഒരു മതത്തെയും ജനറലൈസ് ചെയ്തിട്ടില്ല. പറയാൻ പാടില്ല എന്ന് പറയുന്നത് ശരിയല്ല. ശരിയാണ്. ബി ഗോപാലകൃഷ്ണന്റെ കൃത്യമായ നിലപാടാണ്. ശരി, ഞാൻ അവസാനിപ്പിക്കുകയാണ്. നന്ദി. ചർച്ചയിൽ പങ്കെടുത്ത എല്ലാവർക്കും. ഇന്നത്തെ ചോദ്യം ഇതായിരുന്നു: പാകിസ്ഥാനെതിരെ സർജിക്കൽ സ്ട്രൈക്ക് ആവശ്യമോ? വേണമെന്ന് 91% പ്രേക്ഷകർ. രണ്ടുപേരും അവസാനിക്കുന്നു. നന്ദി, നമസ്കാരം.